Hello guys, welcome back to my channel. അപ്പോൾ സ്വാഗതം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ. മാൽദീവ്സിൽ വന്നിട്ട് ഏത് ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത്, എത്രത്തോളമാണ് അതിൻ്റെ കവറേജ്, ആ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസിൻ്റെ കാര്യം സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ മാൽദീവ്സിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൈഡ് ഇൻഷുറൻസ് ആണ്. അത് നമുക്ക് നാട്ടിലും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്കതിൻ്റെ അകത്ത് ജോലിക്കായിട്ട് ആസ് എ നേഴ്സായിട്ട് ഇവിടെ വരുന്നവർക്ക് ഇൻഷുറൻസ് സെപ്പറേറ്റ് എടുക്കണ്ട, ഓൾറെഡി മിനിസ്റ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ MOHൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുന്നവർക്ക് ഓൾറെഡി മിനിസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനും പക്ഷെ നമുക്കൊരു കവറേജ് ഉണ്ട്. അതിൽ കൂടുതൽ പോവുകയാണെങ്കിൽ നമ്മൾ തന്നെ അത് പേ ചെയ്യണം കേട്ടോ. അപ്പം അതിൻ്റെ കാര്യം ഞാൻ പറയാം. ആ സെയിം പോലെ തന്നെയാണ് നമുക്ക് സ്പോൺസർഷിപ്പിൽ വരുന്നവർക്കും ഇൻഷുറൻസിൻ്റെ കവറേജ് വരുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസ് എടുക്കേണ്ടത് എപ്പോഴാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള എല്ലാവരും ഫോർവേഡ് ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് വീഡിയോ നമുക്ക് എന്താ പറയുന്നത്, ഒരുപാട് അങ്ങ് ലാഗി അയക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയേക്കാം. ഫസ്റ്റ് നമ്മളിത് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ത്രൂ ഏജൻസിയാണ് ചെയ്യാൻ എളുപ്പം. ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ അത് ഒരുപാട് ചുറ്റിപ്പണഞ്ഞ് വരേണ്ടതുണ്ട്. അതിലും ഭേദം നമുക്ക് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഏജൻസി ത്രൂ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് വൺസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്കൊരു ഞാൻ എൻ്റെ ഫാമിലിക്ക് എന്താ പറയുന്നത് ഇൻഷുറൻസ് എടുത്തപ്പം 800 റുപ്പിയാണ് വന്നത് കേട്ടോ. 800 റുപ്പി അവർക്ക് കൊടുക്കണം, അത് അവരുടെ ഒരു കോസ്റ്റാണ്. അപ്പം അത്രയും പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റൊക്കെ ലാസ്റ്റാണ് വരുന്നത്. പ്രോസസ്സിങ്ങിന് മുന്നേ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഒക്കെ അവർ പറയും, അലൈഡ് ഇൻഷുറൻസുകാരൊക്കെ പറയും. അത് ത്രൂ ഏജൻസി തന്നെ ഏജൻസിക്കാർ നമ്മളോട് പറയും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെയിലും അയക്കാം അലൈഡ് ഇൻഷുറൻസുകാരോട് കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം, ഏത് രീതിക്ക് വേണമെന്നാൽ ചെയ്യാലും. പക്ഷേ ബെറ്റർ ഓപ്ഷൻ ഏജൻസി ത്രൂ ആയിരിക്കും. അപ്പോൾ ഏജൻസിക്ക് നമ്മൾ ഇങ്ങനെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം, നമ്മുടെ വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. അതിനുശേഷം അത് നിങ്ങൾ ഏജൻസിയായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി റിക്വയർമെൻറ്റ്സ് പറയും. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്താ പറയുന്നത്, അവർ നമുക്ക് ലാസ്റ്റ് എല്ലാ പ്രോസസ്സിങ്ങും തീർന്ന് നമ്മൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരുപാട് ലാഗ് ആകുകയാണ് പ്രോസസ്സിങ് എന്നൊക്കെ തോന്നുന്നത് നമുക്ക് അവർക്ക് മെയിൽ അയക്കാം. മെയിൽ ID ഒക്കെ നമുക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയിട്ട് നമുക്ക് മെയിൽ അയക്കണമെങ്കിൽ അയക്കാം. പിന്നെ പക്ഷെ അങ്ങനെ മെയിൽ അയക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല ഇതുവരെ, ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു പേയ്മെൻറ്റ് സ്ലിപ്പ് അവർ തരും. അത് നമുക്ക് ഡയറക്റ്റ് അലൈഡ് ഇൻഷുറൻസുകാർ തന്നെ നമ്മുടെ മെയിൽ IDയിലോട്ട് തരുന്നതായിരിക്കും. അത് നമുക്ക് കൃത്യമായിട്ട് അവർ അതിൻ്റെ അകത്ത് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ പേയ്മെൻറ്റാണ് ഈ 800 റുപ്പിയെന്ന് പറയുന്നത്. എന്നിട്ട് ആ പേയ്മെൻറ്റ് സ്ലിപ്പും അതായത് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത ആ സ്ലിപ്പും കൂടെ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ട്രാൻസാക്ഷന് ശേഷം അത് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്ക് ഇൻഷുറൻസിൻ്റെ ഇത് തരും, ഇൻഷുറൻസ് കവറേജ് ആയി എന്നുള്ളതിൻ്റെ ഒരു ഇത് തരും. പക്ഷെ നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ ഒരു കാർഡ് പോലെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു A4 സൈസ് പേപ്പർ പോലെ നമുക്ക് ഏജൻസി ത്രൂ ചെയ്യുന്നതുകൊണ്ട് ഒരു PDF ഫയൽ പോലെ നമുക്ക് വാട്സപ്പിലോട്ട് ഏജൻസിക്കാർ അയച്ചു തരത്തേ ഉള്ളൂ. നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ചുമ്മാ സാധാ ഒരു A4 ഷീറ്റ് പോലെ തോന്നുള്ളൂ, പക്ഷേ അതിനകത്തെല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൂ ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യം. ത്രൂ ഏജൻസി ആയിരിക്കും ബെറ്റർ, നമുക്കൊന്നും അറിയേണ്ടതില്ല, അവർ തന്നെ എല്ലാം ചെയ്തു തരും. അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് മാത്രം നമ്മൾ കൊടുക്കുക.
സെക്കൻഡ് തിങ് ഈസ് അതിൻ്റെ കവറേജ് ആണ്. കവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാഫായിട്ട് വരുന്നവർക്കും ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവർക്കും പറയുന്നത് നമ്മൾ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് വരുമ്പം, ഔട്ട് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമുക്കിപ്പോൾ പനിയായിട്ട് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് നാട്ടിൽ കാഷ്വാലിറ്റിയിലൊക്കെ പോയി കാണിക്കില്ലേ, അങ്ങനെ എന്ന് വെച്ചാൽ അഡ്മിറ്റ് ആകാതെ അങ്ങനെ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് 2000 റുപ്പിയാണ് കിട്ടണേ. 2000 റുപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ 10,000 രൂപയോളമാണ് വരിക. അപ്പോൾ അത്രയാണ് നമുക്ക് ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് വരുമ്പം. പക്ഷേ അത് നിങ്ങൾ ഒരുപാടുണ്ടെന്ന് കരുതരുത്. 2000 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തവണ ഡോക്ടറെ കാണാൻ, ഇപ്പം നമുക്കൊരു 3 തവണ എന്തെങ്കിലും അസുഖം വന്നു എന്നിരിക്കട്ടെ, 3 തവണ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പം 200 റുപ്പിയ വീതം കൺസൾട്ടേഷൻ ഫീ മാത്രം പോവുകയാണ്. അതും കൂടി നിങ്ങൾ ഓർക്കണം. 2000 ഉണ്ടല്ലോ എന്ന് കരുതി ഇരിക്കരുത്. 200 റുപ്പിയ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണേനുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി മെഡിസിൻ അങ്ങനെ വരുമ്പോൾ 2000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ചുറക്കണേ മുന്നേ അതൊക്കെ തീരും. പക്ഷെ അത്രേ ഉള്ളൂ കവറേജ്. മാക്സിമം ഇവിടെ വന്നിട്ട് അസുഖങ്ങളൊന്നും പിടിപ്പിക്കാതെ എല്ലാവരും ശ്രമിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപേഷ്യൻ്റ് ആയിട്ട് വരുമ്പം, അതായത് നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട കേസോ അല്ലെങ്കിൽ ഡെലിവറി നമ്മൾ ഇവിടെ എങ്ങാനും എടുക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കേസ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും ഇതായിട്ട് നമ്മളിവിടെ അഡ്മിറ്റ് ആവേണ്ട കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ പറയുന്നത് 1 ലക്ഷം റുപ്പിയോളം കിട്ടും. 1 ലാക്ക് നമുക്ക് കിട്ടും. നാട്ടിൽ ഏകദേശം 5 ലക്ഷം രൂപയോളം കിട്ടും കേട്ടോ. ഈ ഇൻഷുറൻസ് തന്നെ നമുക്ക് നാട്ടിലും ചില ഹോസ്പിറ്റലുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അലൈഡ് ഇൻഷുറൻസ്. അത് നമുക്ക് നാട്ടിൽ കവറേജ് ആകുമെന്ന് ഹോസ്പിറ്റലുകളൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ്. ഞാനൊരു നമ്മുടെ നാട്ടിലൊരു ഇൻഷുറൻസ് കമ്പനിയോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ചില ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കൺഫേം ചെയ്താൽ മതി. വൺസ് നമുക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കംഫർട്ടബിൾ അല്ല എങ്കിൽ നമുക്ക് നാട്ടിൽ പോയി ആണെങ്കിലും ആ ഇൻഷുറൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ. ഇതിലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ബാക്കി അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റ, ബൈ ബൈ.